ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനം നഗരസഭ നേരിട്ട് നടത്തണം. UDF കൗൺസിലർമാർ ഗുരുവായൂർ. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ടൗൺഹാളിൽ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് ഗുരുവായൂർ നഗരസഭ നേരിട്ട് നടത്തണമെന്ന് UDF പാർലമെന്ററി പാർട്ടി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലോകകപ്പ് പ്രദർശനത്തിന് UDF എതിരല്ല. എന്നാൽ ഇതിന്റെ പേരിൽ വ്യക്തികൾക്കോ സംഘടനകൾക്കോ പണപ്പിരിവ് നടത്താൻ നഗരസഭ കൂട്ടുനിൽക്കരുതെന്ന് UDF പാർലമെന്ററി പാർട്ടി നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 27 ചേർന്ന കൗൺസില് യോഗത്തിലാണ് ലോകകപ്പ് ബിഗ് സ്ക്രീനിൽ പ്രദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഏതെങ്കിലും വ്യക്തിക്കോ സംഘടനകൾക്കോ മാത്രമായി അനുമതി നൽകരുതെന്നും നഗരസഭാ പ്രദേശത്തെ കായിക ക്ലബ്ബുകളുടെ പങ്കാളിത്തത്തോടു കൂടി വേണം പ്രദർശനം നടത്താനെന്നും UDF അന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്നത്തെ തീരുമാനം അട്ടിമറിച്ച് GSA എന്ന സംഘടനയ്ക്ക് നൽകാന് നഗരസഭ ഏകപക്ഷീയമായി നിലപാടെടുക്കുന്നതായി അറിഞ്ഞപ്പോഴാണ് നിയമവിരുദ്ധമായി ചില സംഘടനകൾക്ക് പ്രദർശനാവകാശം തീരെഴുതി നൽകുന്നതിനെതിരെ നഗരസഭാ സെക്രട്ടറിക്ക് UDF കത്ത് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 2022 ലോകകപ്പ് പ്രദർശനത്തിന്റെ പേരിൽ GSA നഗരസഭയുടെ പേരുപയോഗിച്ച് വ്യാപകമായി പണപ്പിരിവ് നടത്തിയതായി കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം പണപ്പിരിവുകൾക്ക് കൂട്ടുനിൽക്കാനാകില്ലെന്ന് അവർ വ്യക്തമാക്കി. പ്രദർശനം സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിലെടുത്ത തീരുമാനമടങ്ങിയ മിനിറ്റ്സ് ഇതുവരെ കൗൺസിലർമാർക്ക് കൈമാറിയിട്ടില്ല. UDF പാർലമെന്ററി പാർട്ടി നേതാവ് ബഷീർ പൂക്കോട്, KM മെഹ്റൂഫ്, പ്രിയ രാജേന്ദ്രൻ, MV ബിജു, നൌഷാദ് അഹമ്മു, ജലീൽ പണിക്കവീട്ടിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത് വേറൊരു അജണ്ട സംസാരിക്കുന്നതിന്റെ ഇടയിൽ മറ്റു വിഷയങ്ങൾ ആരൊക്കെ എടുത്തിട്ട് ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ കൗൺസിലിന് അധികാരമില്ല. കാരണം കൗൺസിൽ അജണ്ട വരാത്ത ഒരു കാര്യത്തിന് തീരുമാനമാക്കാൻ പറ്റില്ല, എക്സിക്യൂഷൻ പറ്റില്ല.